സെറിബ്രൽ കോർട്ടെക്സ് നമ്മുടെ ബ്രെയിനിൻ്റെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ സെറിബ്രമാണ്. അപ്പോൾ സെറിബ്രം രണ്ട് ഹെമീസ്ഫിയേഴ്സ് ആയിട്ടാണ് കാണുന്നത്. ഈ രണ്ട് സെറിബ്രൽ ഹെമീസ്ഫിയേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് കോർപ്പസ് കാലോസോ ആണ്. അപ്പോൾ രണ്ട് ഹെമീസ്ഫിയേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് കോർപ്പസ് കാലോസോ ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ ഓരോ ഹെമീസ്ഫിയേഴ്സിലും ലാറ്ററൽ വെൻട്രിക്കിൾസ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് അഥവാ CSFൻ്റെ ആ ഒരു ഫ്ലോ പാത്വേ നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. അതിൽ പറഞ്ഞായിരുന്നു ഓൾറെഡി ലാറ്ററൽ വെൻട്രിക്കിൾസിൽ നിന്നാണ് അത് മെയിനായിട്ടും ഫോം ചെയ്യുന്നത്. CSF മെയിനായിട്ട് ഫോം ചെയ്യുന്നത് അതിലെ കോറോയിഡ് പ്ലെക്സസിൽ നിന്നാണ് CSF ഫോം ചെയ്യുന്നതെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഈ ഓരോ ഹെമീസ്ഫിയേഴ്സിലും ലാറ്ററൽ വെൻട്രിക്കിൾസ് കാണുന്നുണ്ട്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ സെറിബ്രൽ കോർട്ടെക്സ് ഒരുപാട് ഫോൾഡുകളായിട്ടാണ് കാണുന്നത്. ആ ഫോൾഡുകളെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഫിഷേഴ്സും കാണുന്നുണ്ട്. അപ്പോൾ സെറിബ്രൽ കോർട്ടെക്സിൽ കാണുന്ന ഈ ഫോൾഡിനെ വിളിക്കുന്ന പേരാണ് ഗൈറൈ അല്ലെങ്കിൽ കൺവല്യൂഷൻസ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഫോൾഡിനെ വിളിക്കുന്ന പേരാണ് ഗൈറൈ ഓർ കൺവല്യൂഷൻസ്. ഇനി ഓരോ ഫോൾഡുകളെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഫിഷേഴ്സ് കാണുന്നുണ്ട്. ആ ഫിഷേഴ്സിനെ വിളിക്കുന്ന പേരാണ് സൾക്കൈ. അപ്പോൾ സെറിബ്രൽ കോർട്ടെക്സിൽ നമുക്ക് ധാരാളം ഗൈറേ ആൻഡ് സൾക്കൈ കാണാനായിട്ട് പറ്റും. ഇനി ഹോമൺകുലസ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടേമാണ്. നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ പറ്റി പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഓരോ പാർട്സും, അതായത് ഹെഡ് ടു ഫൂട്ട് വരെ ഉള്ള പാർട്ട് നമ്മുടെ കോർട്ടെക്സിൽ, സെറിബ്രൽ കോർട്ടെക്സിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് റെപ്രസെൻറ്റ് ചെയ്തതിനൊരു പ്രത്യേകതയുണ്ട്. അപ്സൈഡ് ഡൗൺ ആയിട്ടായിരിക്കും അത് കാണപ്പെടുന്നത്. അതായത് എക്സ്ട്രീമിറ്റീസ് ഒക്കെ ആയിരിക്കും ഏറ്റവും ടോപ്പിൽ കാണുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് വേർട്ടിക്കൽ അപ്സൈഡ് ഡൗൺ റെപ്രസെൻറ്റേഷനെ വിളിക്കുന്ന പേരാണ് ഹോമൻകുലസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു സെക്ഷൻ. ഇനി നമ്മുടെ ബ്രെയിനിൻ്റെ കൊറോണൽ സെക്ഷനാണ് നോക്കാൻ പോകുന്നത്. ഓൾറെഡി പറഞ്ഞു സെറിബ്രം രണ്ട് ഹെമീസ്ഫിയേഴ്സ് ആയിട്ടാണ് കാണുന്നത്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹെമീസ്ഫിയേഴ്സ്. ഇനി ഓരോ ഹെമീസ്ഫിയേഴ്സിനെ നമുക്ക് പാലിയം ആൻഡ് സബ് പാലിയം എന്ന് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഓരോ ഹെമീസ്ഫിയേഴ്സിനെയും പാലിയം എന്നും സബ് പാലിയം എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി പാലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വരുന്നത് സെറിബ്രൽ കോർട്ടെക്സും വൈറ്റ് മാറ്ററുമാണ്, വൈറ്റ് മാറ്റർ ഓഫ് ബ്രെയിനുമാണ്. അപ്പോൾ ബ്രെയിനിൻ്റെ വൈറ്റ് മാറ്ററും സെറിബ്രൽ കോർട്ടെക്സും കൂടെ ചേരുന്ന പാർട്ടിനെയാണ് നമ്മൾ പാലിയം എന്ന് വിളിക്കുന്നത്. സബ് പാലിയത്തിൽ കാണുന്നത് ബേസൽ ഗാംഗ്ലിയാണ്. അപ്പം സെറിബ്രത്തിനെ രണ്ട് ഹെമീസ്ഫിയേഴ്സ് ആയിട്ട് ഓൾറെഡി ഡിവൈഡ് ചെയ്തു. ഈ ഓരോ ഹെമീസ്ഫിയേഴ്സിനെയും എഗെയിൻ നമുക്ക് പാലിയം ആൻഡ് സബ് പാലിയം എന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു. പാലിയം എന്ന് പറഞ്ഞാൽ അതിൽ സെറിബ്രൽ കോർട്ടെക്സും വൈറ്റ് മാറ്ററും ആണ് കാണുന്നത്. സബ് പാലിയത്തിൽ ബേസൽ ഗാംഗ്ലിയാണ് കാണുന്നത്. ഇനി സെറിബ്രൽ കോർട്ടെക്സിൽ നമുക്കറിയാം ഓൾറെഡി ഒരുപാട് ന്യൂറോൺസ് കാണുന്നുണ്ട്. നമ്മൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം എന്ന് ഓൾറെഡി പറഞ്ഞു ന്യൂറോൺസിനെ പറ്റി. അപ്പോൾ ന്യൂറോൺസ്, ഒരുപാട് നമ്പർ ഓഫ് ന്യൂറോൺസ് ചേർന്നതാണ് സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സെറിബ്രൽ കോർട്ടെക്സിൻ്റെ ആ ഒരു പാർട്ടിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 1.5 to 5 millimeters ആണ് അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഇനി പഠിക്കാനുള്ളത് സർഫസസ് ഓഫ് ദ സെറിബ്രത്തിനെ പറ്റിയാണ്. അപ്പോൾ സെറിബ്രത്തിന് 3 സർഫസ് ആണുള്ളത്: മീഡിയൽ സർഫസ്, ഇൻഫീരിയർ സർഫസ് ആൻഡ് സുപ്പീരിയോ ലാറ്ററൽ സർഫസ്. ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് കാണുന്നത് സുപ്പീരിയോ ലാറ്ററൽ സർഫസ് ആണ്. പിന്നെ ഇൻഫീരിയർ സർഫസ് എന്ന് പറഞ്ഞാൽ സെറിബെല്ലത്തിലേക്ക് ഫേസ് ചെയ്യുന്നതാണ് ഇൻഫീരിയർ സർഫസ്. പിന്നെ മീഡിയൽ സർഫസ് എന്ന് പറഞ്ഞാൽ ആ സെൻട്രലിലൂടെ പോകുന്ന സർഫസ് ആണ് മീഡിയൽ സർഫസ്. അപ്പോൾ 3 സർഫസസ് ആണ് മെയിൻലി സെറിബ്രത്തിന് കാണുന്നത്: മീഡിയൽ സർഫസ്, ഇൻഫീരിയർ സർഫസ് ആൻഡ് സുപ്പീരിയോ ലാറ്ററൽ സർഫസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫിഷേഴ്സ് ഓഫ് സെറിബ്രം ആണ്. ഇതിൽ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ ഫിഷറും ഉണ്ട്, ട്രാൻസ്വേഴ്സ് ഫിഷറും ഉണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ ഫിഷറാണ് ആ സെൻട്രലിലൂടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ട്രാൻസ്വേഴ്സ് ഫിഷർ എന്ന് പറഞ്ഞാൽ സെറിബ്രത്തിനെയും സെറിബെല്ലത്തിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ട്രാൻസ്വേഴ്സ് ഫിഷർ. അപ്പോൾ ഈ ഫിഷേഴ്സിൻ്റെ ഇടയിലായിട്ട് ഡബിൾ ഫോൾഡ് ഓഫ് ഡ്യൂറാമാറ്റർ കാണുന്നുണ്ട്. അതിനെയാണ് ഡ്യൂറൽ സെപ്റ്റേ എന്ന് പറയുന്നത്. അതൊരു പാർട്ടീഷൻ പോലെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ബ്രെയിനിൻ്റെ ഡ്യൂറാമാറ്റർ ഡബിൾ ലെയർഡ് ആണ്, പക്ഷേ സ്പൈനൽ കോഡിൻ്റെ ഡ്യൂറാമാറ്റർ എന്ന് പറഞ്ഞാൽ സിംഗിൾ ലെയർഡ് ആണ്. അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി ഇവിടെ നോട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ 2 ഫിഷേഴ്സിനെ പറ്റി ഇവിടെ പറഞ്ഞിട്ടുണ്ട്: ലോഞ്ചിറ്റ്യൂഡിനൽ ഫിഷർ ആൻഡ് ട്രാൻസ്വേഴ്സ് ഫിഷർ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലോബ്സ് ഓഫ് സെറിബ്രം. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, നമ്മൾ ചെറിയ ക്ലാസ്സസിൽ പഠിക്കുന്നതാണ്. ഫ്രോണ്ടൽ ലോബ്, പെറൈറ്റൽ ലോബ്, ടെമ്പറൽ ലോബ്, ഓക്സിപിറ്റൽ ലോബ് എന്നിങ്ങനെ 4 ലോബ്സ് ആണ് സെറിബ്രത്തിനുള്ളത്. അത് ഓരോന്നും ക്ലിയർ ആയിട്ട് ഈ ഒരു പിക്ചറിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്.
ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സൾക്കസ് ഓഫ് ദ സെറിബ്രം. സെറിബ്രത്തിന് മെയിനായിട്ടും 3 സൾക്കസ് ആണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ലാറ്ററൽ സൾക്കസ് അല്ലെങ്കിൽ സൾക്കസ് ഓഫ് സിൽവിയസ് എന്ന് പറയുന്നു, സെൻട്രൽ സൾക്കസ് അല്ലെങ്കിൽ സൾക്കസ് ഓഫ് റൊളാൻഡോ എന്ന് പറയുന്നു, പിന്നെ വരുന്നത് പെറൈറ്റോ ഓക്സിപിറ്റോ സൾക്കസ് എന്നിങ്ങനെ 3 ടൈപ്സ് ഓഫ് സൾക്കസ് ആണ് പഠിക്കാനുള്ളത്. ഇതിനെ ഓരോന്നിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാറ്ററൽ സൾക്കസ് അല്ലെങ്കിൽ സൾക്കസ് ഓഫ് സിൽവിയസ് എന്ന് പറയുന്നു. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രോണ്ടൽ ലോബിനെയും ടെമ്പറൽ ലോബിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു. അതുമാത്രമല്ല പെറൈറ്റൽ ലോബിനെയും ടെമ്പറൽ ലോബിനെയും സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ 2 പാർട്ടീഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഫ്രോണ്ടൽ ലോബ് ആൻഡ് ടെമ്പറൽ ലോബിൻ്റെ ഇടയിലെ പാർട്ടീഷനും ഉണ്ട്, അതുപോലെ പെറൈറ്റൽ ലോബ് ആൻഡ് ടെമ്പറൽ ലോബിൻ്റെ ഇടയിലും ഒരു പാർട്ടീഷൻ കാണുന്നുണ്ട്. ഇതാണ് ലാറ്ററൽ സൾക്കി ഇവിടെ ഫങ്ഷൻ ചെയ്യുന്നത്. ഇനി വരുന്നത് സെൻട്രൽ സൾക്കസ് അല്ലെങ്കിൽ സൾക്കസ് ഓഫ് റൊളാൻഡോ. ഇതിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ ഇത് സെപ്പറേറ്റ് ചെയ്യുന്നത് ഏതൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചാൽ ഫ്രോണ്ടൽ ലോബിനെ പെറൈറ്റൽ ലോബിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നു. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൾക്കസ് ആണ്, സെൻട്രൽ സൾക്കസ്. അപ്പോൾ സൾക്കസ് ഓഫ് റൊളാൻഡോ ഓർ സെൻട്രൽ സൾക്കസ്. പിന്നെ വരുന്നതാണ് പെറൈറ്റോ ഓക്സിപിറ്റോ സൾക്കസ്. അത് നമുക്ക് പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്, അതായത് പെറൈറ്റൽ ആൻഡ് ഓക്സിപിറ്റൽ ലോബിനെ തമ്മിൽ അത് സെപ്പറേറ്റ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സൾക്കൈ ഓഫ് ഫ്രോണ്ടൽ ലോബ്. ഇനി നമുക്ക് ഓരോ ലോബ്സിൽ വരുന്ന സൾക്കയെ പറ്റി പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ സൾക്കൈ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു അത് ഫിഷേഴ്സ് ആണ്. അപ്പോൾ ഏതൊക്കെ ഫിഷേഴ്സ് ആണ് ഫ്രോണ്ടൽ ലോബിൽ വരുന്നത് നോക്കാം. നമ്മൾ ഓൾറെഡി ഒരു സെൻട്രൽ സൾക്കസിനെ പറ്റി പറഞ്ഞായിരുന്നു, അല്ലെങ്കിൽ സൾക്കസ് ഓഫ് റൊളാൻഡോയിനെ പറ്റി പറഞ്ഞായിരുന്നു. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രോണ്ടൽ ലോബിനെ പെറൈറ്റൽ ലോബിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുക. അത് നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് ക്ലിയർ ആണ്. ഇനി ആ ഒരു സെൻട്രൽ സൾക്കസിന് തൊട്ട് മുന്നേ ആയിട്ട് കാണുന്ന സൾക്കസ് അഥവാ ഫ്രോണ്ടൽ ലോബിലെ തന്നെ മറ്റൊരു സൾക്കസ് ആണ് പ്രീ സെൻട്രൽ സൾക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രോണ്ടൽ ലോബിനെ പറ്റി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു പോർഷനിലേക്ക് മാത്രം ശ്രദ്ധ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ സെൻട്രൽ സൾക്കസിനെ പറ്റി ഓൾറെഡി പറഞ്ഞു. അതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് കാണുന്ന, തൊട്ട് ഫ്രണ്ടിലായിട്ട് കാണുന്നതാണ് പ്രീ സെൻട്രൽ സൾക്കസ്. അത് പാരലലായിട്ടാണ് കാണുന്നത്, സെൻട്രൽ സൾക്കസിനോട് പാരലലായിട്ടാണ് കാണുന്നത്. ഇനി അതിൻ്റെ മുകളിലായിട്ട് വരുന്നതാണ് സുപ്പീരിയർ ഫ്രോണ്ടൽ സൾക്കസ്. പിന്നെ താഴെയായിട്ട് വരുന്നതാണ് ഇൻഫീരിയർ ഫ്രോണ്ടൽ സൾക്കസ്. അപ്പോൾ ഈ ഓരോ സൾക്കസും നമ്മുടെ ബ്രെയിനിനെ പല ഗൈറേ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഗൈറേ അല്ലെങ്കിൽ കൺവല്യൂഷൻസ് ഓർ ഫോൾഡ് അതായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇത്രയാണ് ഫ്രോണ്ടൽ ലോബിലെ സൾക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം സെൻട്രൽ സൾക്കസിനെ വെച്ചിട്ട് വേണം നമ്മൾ പറയാൻ. സെൻട്രൽ സൾക്കസിന് തൊട്ട് മുന്നേ ആയിട്ട് കാണുന്നതാണ് പ്രീ സെൻട്രൽ സൾക്കസ്, ഫ്രോണ്ടൽ ലോബിലാണ് കാണപ്പെടുന്നത്. പിന്നെ സുപ്പീരിയർ ഫ്രോണ്ടൽ സൾക്കസും ഇൻഫീരിയർ ഫ്രോണ്ടൽ സൾക്കസും കാണുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഫോൾഡുകൾ കാണുന്നുണ്ട്. ആ ഫോൾഡുകളാണ് നമ്മുടെ ഫ്രോണ്ടൽ ലോബിലെ ഗൈറേ എന്ന രീതിയിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗൈറേ ഓഫ് ഫ്രണ്ടൽ ലോബ്. ഗൈറേ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫോൾഡ് ആണ് അല്ലെങ്കിൽ എലവേഷൻസ് ആണ്. ദേ ആർ ഫൗണ്ട് ഓൺ ദ സർഫസ് ഓഫ് ദ ബ്രെയിൻ. അപ്പോൾ ബ്രെയിനിൻ്റെ സർഫസിൽ കാണുന്ന എലവേഷൻസിനെ വിളിക്കുന്ന പേരാണ് ഗൈറേ. അപ്പോൾ ഇവിടെ പഠിക്കാനുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ഗൈറയാണ് പ്രീ സെൻട്രൽ ഗൈറേ. പ്രീ സെൻട്രൽ ഗൈറേ എന്ന് പറഞ്ഞാൽ അത് 2 സൾക്കസിൻ്റെ ഇടയിലായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെ സൾക്കസ് ആണ്? സെൻട്രൽ സൾക്കസിനും പ്രീ സെൻട്രൽ സൾക്കസിനും ഇടയിൽ കാണപ്പെടുന്ന ഗൈറയാണ് പ്രീ സെൻട്രൽ ഗൈറേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി മോട്ടോർ കോർട്ടെക്സ്. പ്രൈമറി മോട്ടോർ കോർട്ടെക്സ് എന്ന് പറയുന്നത് ഈ ഒരു പ്രീ സെൻട്രൽ ഗൈറയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ പല പാർട്സിൻ്റെ മൂവ്മെൻറ്റിനും ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നതല്ല, അതിനെ കൺട്രോൾ ചെയ്യുന്ന സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൈമറി മോട്ടോർ കോർട്ടെക്സ് ആണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് നമുക്ക് മോട്ടോർ ഹോമൻകുലസ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഹോമൻകുലസ് എന്ന് പറഞ്ഞൊരു ടെർമിനോളജി പരിചയപ്പെട്ടായിരുന്നു. അതായത് നമ്മുടെ ഫുൾ ബോഡി, അതായത് ഫ്രം ദ ഹെഡ് ടു ഫൂട്ട് ബ്രെയിനിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അപ്സൈഡ് ഡൗൺ ആയിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിനെയാണ് ഹോമൻകുലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോട്ടോർ ഹോമൻകുലസ് കാണുന്നത് പ്രൈമറി മോട്ടോർ കോർട്ടെക്സിലാണ്, അതായത് പ്രീ സെൻട്രൽ ഗൈറയിലായിട്ടാണ്.
ഇനി വൺ പാർട്ട് ഓഫ് ദ മോട്ടോർ ഹോമൻകുലസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ മൂവ്മെൻറ്റ് ഓഫ് ദ ലോവർ ലിംബ് ആൻഡ് അതർ പാർട്ട് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ മൂവ്മെൻറ്റ് ഓഫ് ട്രങ്ക്, അപ്പർ ലിംബ് ആൻഡ് ഫേസ്. അപ്പോൾ ഇത് ക്ലിയർ ആണ്. ഹോമൻകുലസിൽ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഈ ഒരു പാർട്ടിൽ നിന്ന് ക്ലിയർ ആണ്. അതായത് ഹോമൻകുലസിൻ്റെ ഒരു പാർട്ട് നമ്മുടെ ലോവർ ലിംബിൻ്റെ മൂവ്മെൻറ്റിനെയാണ് കൺട്രോൾ ചെയ്യുന്നത് ആൻഡ് അതർ പാർട്ട് ട്രങ്ക്, അപ്പർ ലിംബ്, ഫേസ് എന്നിവയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇനി പിരമിഡൽ ട്രാക്റ്റുകൾ എറേസ് ചെയ്യുന്നത് ഈ ഒരു പ്രൈമറി മോട്ടോർ കോർട്ടെക്സിൽ നിന്നാണ്. നമ്മൾ ഈ പിരമിഡൽ ട്രാക്റ്റുകളെ പറ്റിയും എക്സ്ട്രാ പിരമിഡൽ ട്രാക്റ്റിനെ പറ്റിയും സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഈ പിരമിഡൽ ട്രാക്ട്സ് എറേസ് ചെയ്യുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ പ്രൈമറി മോട്ടോർ കോർട്ടെക്സിൽ നിന്നാണ്. അപ്പം എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോർട്ടിക്കോ സ്പൈനൽ ട്രാക്റ്റ് ആൻഡ് കോർട്ടിക്കോ ന്യൂക്ലിയർ ട്രാക്റ്റ്. ഇപ്പോൾ ജസ്റ്റ് ഈ പേരൊന്ന് ഫെമിലിയർ ആയാൽ മതി, അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ വോളണ്ടറി മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുക, അതാണ് ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രീ സെൻട്രൽ ഗൈറയിലാണ് പ്രൈമറി മോട്ടോർ കോർട്ടെക്സ് കാണുന്നത്, ഇവിടെയാണ് മോട്ടോർ ഹോമൻകുലസ് കാണുന്നത്. അതിൻ്റെ അകത്ത് വൺ പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോവർ ലിംബിൻ്റെ മൂവ്മെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളതാണ് വൺ പാർട്ട്. മറ്റൊരു പാർട്ട് എന്ന് പറഞ്ഞാൽ ട്രങ്ക്, അപ്പർ ലിംബ് ആൻഡ് ഫേസിൻ്റെ മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നു. ഇനി പിരമിഡൽ ട്രാക്റ്റ് അറേസ് ചെയ്യുന്നത് ഈ ഒരു പ്രൈമറി മോട്ടോർ കോർട്ടെക്സിൽ നിന്നാണ്, അത് വോളണ്ടറി മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു പ്രീ സെൻട്രൽ ഗൈറയെ പറ്റി ഓൾറെഡി പറഞ്ഞു. ഇനി സുപ്പീരിയർ ഫ്രോണ്ടൽ സൾക്കസിനെ പറ്റി നോക്കുക. സുപ്പീരിയർ ഫ്രോണ്ടൽ സൾക്കസിന് തൊട്ട് മുകളിലായിട്ട് കാണുന്ന ഗൈറയിനെ വിളിക്കുന്ന പേരാണ് സുപ്പീരിയർ ഫ്രോണ്ടൽ ഗൈറസ്. ഇനി ബിറ്റ്വീൻ ദ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ ഫ്രോണ്ടൽ സൾക്കസ്, സുപ്പീരിയർ ഫ്രോണ്ടൽ സൾക്കസിനും ഇൻഫീരിയർ ഫ്രോണ്ടൽ സൾക്കസിനും ഇടയിലായിട്ട് കാണുന്ന ഗൈറയാണ് മിഡിൽ ഫ്രോണ്ടൽ ഗൈറസ്. ആ ഒരു പേരിൽ നിന്ന് നമ്മൾ ലോജിക്കായിട്ട് അതൊന്ന് ഡിറൈവ് ചെയ്തെടുത്താൽ മതി. ഇനി ആ ഒരു ഇൻഫീരിയർ ഫ്രോണ്ടൽ സൾക്കസിന് തൊട്ട് താഴെയായിട്ട് കാണുന്ന ഗൈറ എന്തായിരിക്കും? ഇൻഫീരിയർ ഫ്രോണ്ടൽ ഗൈറയാണ്. അപ്പോൾ ഇങ്ങനെ വേണം, ആ ഒരു പാർട്ടീഷൻ വെച്ചിട്ട് വേണം നമ്മൾ ആ പേര് കൊടുക്കേണ്ടത്. ഓൾറെഡി കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞു സെൻട്രൽ സൾക്കസിനും പ്രീ സെൻട്രൽ സൾക്കസിനും ഇടയിലായിട്ട് കാണുന്ന ഗൈറയാണ് പ്രീ സെൻട്രൽ ഗൈറ. ഇനി സുപ്പീരിയർ ഫ്രോണ്ടൽ സൾക്കസിന് മുകളിലായിട്ട് കാണുന്നതാണ് സുപ്പീരിയർ ഫ്രോണ്ടൽ ഗൈറ. സുപ്പീരിയർ ഫ്രോണ്ടൽ സൾക്കസിനും ഇൻഫീരിയർ ഫ്രോണ്ടൽ സൾക്കസിനും ഇടയിലായിട്ട് കാണുന്നതാണ് മിഡിൽ ഫ്രോണ്ടൽ ഗൈറസ്. ഇനി ഇൻഫീരിയർ ഫ്രോണ്ടൽ സൾക്കസിന് തൊട്ട് ബിലോ ആയിട്ട് കാണുന്നതാണ് ഇൻഫീരിയർ ഫ്രോണ്ടൽ ഗൈറസ്. ഓക്കെ, ഇനി on the inferior frontal gyrus, there is an area called Broca's area, which is the motor speech area. It is involved in language, speech production and comprehension. അതായത് ഇൻഫീരിയർ ഫ്രോണ്ടൽ ഗൈറസിൻ്റെ ആ ഒരു പാർട്ടിലായിട്ട് അല്ലെങ്കിൽ അവിടെ ആയിട്ടാണ് നമ്മുടെ ബ്രോക്കാസ് ഏരിയ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് മോട്ടോർ സ്പീച്ച് ഏരിയ. അതായത് നമ്മുടെ സ്പീച്ച് പ്രൊഡക്ഷൻ, കോംപ്രിഹെൻഷൻ, ലാംഗ്വേജ് തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സെൻറ്ററാണ് ബ്രോക്കാസ് ഏരിയ. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് ഓർക്കുക, ബ്രോക്കാസ് ഏരിയ എവിടെയാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ ഇൻഫീരിയർ ഫ്രോണ്ടൽ ഗൈറസിലാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് സൾക്കൈ ഓഫ് ദ പെറൈറ്റൽ ലോബ്. ഫ്രോണ്ടൽ ലോബിലെ നമ്മൾ സൾക്കൈ പരിചയപ്പെട്ടു, അതുപോലെ ഗൈറയെ പരിചയപ്പെട്ടു. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പെറൈറ്റൽ ലോബിലെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുക സെൻട്രൽ സൾക്കൈ എവിടെയാണെന്ന് നോക്കുക. സെൻട്രൽ സൾക്കൈക്ക് ശേഷം വരുന്ന സൾക്കസ് ആണ് പോസ്റ്റ് സെൻട്രൽ സൾക്കസ്. അത് ഓർക്കുക, അങ്ങനെ വേണം നമ്മൾ നെയിം ചെയ്യാൻ. ഇനി ഇൻട്രാ പെറൈറ്റൽ സൾക്കസ് ഉണ്ട്. ഇൻട്രാ പെറൈറ്റൽ സൾക്കസ് എന്ന് പറഞ്ഞാൽ പെറൈറ്റൽ ലോബിൻ്റെ ഉള്ളിൽ തന്നെ കാണുന്ന ഒരു സൾക്കസ് ആണ് ഇൻട്രാ പെറൈറ്റൽ സൾക്കസ്. അതെന്ന് പറഞ്ഞാൽ പെറൈറ്റൽ ലോബിനെ 2 ലോബ്യൂൾസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. അതാണ് ഇൻട്രാ പെറൈറ്റൽ സൾക്കസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സൾക്കസ് ഓഫ് ദ പെറൈറ്റൽ ലോബ് ഓർക്കുമ്പോൾ ഫസ്റ്റ് ഓർക്കുക ആ ഒരു സെൻട്രൽ സൾക്കസിന് ശേഷം വരുന്നതാണ് പോസ്റ്റ് സെൻട്രൽ സൾക്കസ്. പിന്നെ ഇൻട്രാ പെറൈറ്റൽ സൾക്കസ് എന്ന് പറഞ്ഞാൽ പെറൈറ്റൽ ലോബിൻ്റെ അകത്ത് തന്നെ കാണപ്പെടുന്ന ഒരു സൾക്കസ് ആണ്. അതിൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്യുന്നത് പെറൈറ്റൽ ലോബിനെ തന്നെ 2 ലോബ്യൂൾസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഗൈറേ ഓഫ് ദ പെറൈറ്റൽ ലോബ്. പെറൈറ്റൽ ലോബിൻ്റെ ഗൈറേനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ്. പോസ്റ്റ് സെൻട്രൽ ഗൈറസ് ആ ഒരു ബ്ലൂ കളറിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻട്രൽ സൾക്കസിനും അതുപോലെ പോസ്റ്റ് സെൻട്രൽ സൾക്കസിനും നടുവിലായിട്ട് കാണുന്ന ആ ഒരു ഗൈറസ് ആണ് പോസ്റ്റ് സെൻട്രൽ ഗൈറസ്. ബ്ലൂ കളറിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് സെൻസറി ഇൻഫോർമേഷൻസിനെ റിസീവ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സെൻറ്ററാണ്.
മെയിനായിട്ടും പെയിൻ, ടെമ്പറേച്ചർ, പ്രൊപ്രിയോസെപ്ഷൻ. പ്രൊപ്രിയോസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ പോസ്ചർ അല്ലെങ്കിൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ആക്ഷൻസ് ഇതിനെയൊക്കെ കാണിക്കുന്നതാണ് പ്രൊപ്രിയോസെപ്ഷൻ. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് സെൻസേഷൻസിനെ റിസീവ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സെൻറ്ററാണ് പോസ്റ്റ് സെൻട്രൽ ഗൈറസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞത് പ്രീ സെൻട്രൽ ഗൈറസിനെ പറ്റിയാണ്. അവിടെയാണ് പ്രൈമറി മോട്ടോർ കോർട്ടെക്സ് കാണുന്നത്. അവിടെ കമാൻഡുകൾ തിരിച്ച് നമ്മുടെ ആ ഒരു റിസപ്റ്റർ ഓർഗൻസിലേക്ക് വരുന്നതാണ്. അതിൻ്റെ സെൻറ്ററാണ് ആ പറഞ്ഞത്. പക്ഷേ ഇവിടെ നിന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗൻസിൽ നിന്നുള്ള സെൻസറി ഇൻഫർമേഷനെ കളക്ട് ചെയ്തിട്ട് എവിടെയാണോ ബ്രെയിനിൽ എത്തുന്നത് ആ ഒരു പോയിൻ്റാണ് പോസ്റ്റ് സെൻട്രൽ ഗൈറസിൽ കാണുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി സൊമാറ്റോ സെൻസറി കോർട്ടെക്സ്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിൽ നിന്നുള്ള സെൻസറി ഇൻഫർമേഷനെ റിസീവ് ചെയ്യുന്ന ബ്രെയിനിൻ്റെ പാർട്ടാണ് പ്രൈമറി സൊമാറ്റോ സെൻസറി കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഇവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ് സെൻസറി ഹോമൻകുലസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പ്രീ സെൻട്രൽ ഗൈറസിൽ മോട്ടോർ ഹോമൻകുലസ് ആണ് കാണുന്നത്. പക്ഷേ പോസ്റ്റ് സെൻട്രൽ ഗൈറസിൽ കാണുന്നത് സെൻസറി ഹോമൻകുലസ് ആണ്. ഇത് സെൻസറി ഇൻഫർമേഷനെ റിസീവ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെൻറ്ററാണ്. ഇനി നമ്മൾ അടുത്ത സൾക്കസിനെ പറ്റിയാണ് നോക്കുന്നത്. അടുത്ത സൾക്കസ് വെച്ചിട്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻട്രാ പെറൈറ്റൽ സൾക്കസിനെ പറ്റി ഓൾറെഡി പറഞ്ഞായിരുന്നു. അതായത് ഈ പെറൈറ്റൽ ലോബിൻ്റെ ഉള്ളിൽ തന്നെ കാണുന്നൊരു സൾക്കസാണ് ഇൻട്രാ പെറൈറ്റൽ സൾക്കസ് അഥവാ ഫിഷർ. അത് നമ്മുടെ പെറൈറ്റൽ ലോബിനെ 2 ലോബ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇനി ഈ ഇൻട്രാ പെറൈറ്റൽ സൾക്കസിൻ്റെ മുകളിലായിട്ട് കാണുന്നതാണ് സുപ്പീരിയർ പെറൈറ്റൽ ലോബ്യൂൾ. ഇതെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് അസോസിയേഷൻ ഏരിയ ആണ്. ബ്രെയിനിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് അസോസിയേഷൻ ഏരിയ കാണുന്നതാണ് ആ ഒരു സുപ്പീരിയർ പെറൈറ്റൽ ലോബ്യൂളിൽ. ഇനി ആ ഇൻട്രാ പെറൈറ്റൽ സൾക്കസിന് തൊട്ട് താഴെയായിട്ട് കാണുന്നതാണ് ഇൻഫീരിയർ പെറൈറ്റൽ ലോബ്യൂൾ. അതും ഒരു സെൻസറി അസോസിയേഷൻ ഏരിയ ആണ്. ഇവിടെ 2 ഗൈറേ കാണുന്നുണ്ട്. ആ ഗൈറയുടെ പേര് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. സുപ്രാ മാർജിനൽ ഗൈറസ് ആൻഡ് ആംഗുലാർ ഗൈറസ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ റീഡിംഗ് സെൻറ്റേഴ്സ് ആണ്. അപ്പോൾ ഓർക്കുക, നമ്മൾ ഓൾറെഡി പറഞ്ഞു പെറൈറ്റൽ ലോബിൻ്റെ അകത്ത് തന്നെ ഒരു സൾക്കസ് കാണുന്നുണ്ട്. അതിനെയാണ് ഇൻട്രാ പെറൈറ്റൽ സൾക്കസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ പെറൈറ്റൽ ലോബിനെ 2 ലോബ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദേ ആർ ദ സുപ്പീരിയർ പെറൈറ്റൽ ലോബ്യൂൾ ആൻഡ് ഇൻഫീരിയർ പെറൈറ്റൽ ലോബ്യൂൾ. സുപ്പീരിയർ പെറൈറ്റൽ ലോബ്യൂൾ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് അസോസിയേഷൻ ഏരിയ ഓഫ് ദ ബ്രെയിൻ ആണ്. പിന്നെ ഇൻഫീരിയർ പെറൈറ്റൽ ലോബ്യൂൾ എന്ന് പറഞ്ഞാൽ അതൊരു സെൻസറി അസോസിയേഷൻ ഏരിയ ആണ്. അതും അസോസിയേഷൻ ഏരിയ ആണ്. ഇവിടെ 2 ഗൈറേ കാണുന്നുണ്ട്. സുപ്രാ മാർജിനൽ ഗൈറസും ആംഗുലാർ ഗൈറസും. ഇതെന്ന് പറഞ്ഞാൽ ബ്രെയിനിൻ്റെ റീഡിംഗ് സെൻറ്റേഴ്സ് ആണ്. ഇനി അടുത്തത് പറയുന്നതാണ് സൾക്കൈ ആൻഡ് ഗൈറേ ഓഫ് ദ ടെമ്പറൽ ലോബ്. ടെമ്പറൽ ലോബിൻ്റെ സൾക്കൈ ആൻഡ് ഗൈറേ നോക്കാം. ഇതിന് ഒരു സുപ്പീരിയർ ടെമ്പറൽ സൾക്കസും കാണുന്നുണ്ട്, ഇൻഫീരിയർ ടെമ്പറൽ സൾക്കസും കാണുന്നുണ്ട്. ആദ്യം തന്നെ സൾക്കസിനെ പറ്റിയാണ് അല്ലെങ്കിൽ ഫിഷേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. സുപ്പീരിയർ ടെമ്പറൽ സൾക്കസും ഇൻഫീരിയർ ടെമ്പറൽ സൾക്കസും കാണുന്നുണ്ട്. ഈ 2 സൾക്കസ് നമ്മുടെ ടെമ്പറൽ ലോബിനെ 3 ഗൈറേ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് 3 ഫോൾഡായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എത്ര ഫോൾഡുകളായിരിക്കും? സുപ്പീരിയർ ടെമ്പറൽ ഗൈറസ്, മിഡിൽ ടെമ്പറൽ ഗൈറസ് ആൻഡ് ഇൻഫീരിയർ ടെമ്പറൽ ഗൈറസ്. അപ്പോൾ 2 പാർട്ടീഷൻ ആകുമ്പോൾ 3 ഫോൾഡ് ആയിരിക്കുമല്ലോ നാച്ചുറലി ഉണ്ടാവുന്നത്. അപ്പോൾ സുപ്പീരിയർ ടെമ്പറൽ ഗൈറസിനെ പറ്റി നോക്കാം. ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രൈമറി ഓഡിറ്ററി കോർട്ടെക്സ് കാണപ്പെടുന്നത് സുപ്പീരിയർ ടെമ്പറൽ ഗൈറസിലാണ്. ഇതിനെ നമുക്ക് വെർണിക്സ് ഏരിയ എന്നും വിളിക്കാൻ പറ്റുന്നു. ആൻഡ് ഓൾസോ സെൻസറി സെൻറ്റർ ഓഫ് ദ വെർണിക് ഈസ് ഓൾസോ പ്രസൻറ്റ് ഹിയർ. ദിസ് ഏരിയ ഈസ് ക്രൂഷ്യൽ ഫോർ ദ സ്പീച്ച്. സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് വെർണിക്സ് ഏരിയ എന്ന് പറയുന്നത്. അത് കാണപ്പെടുന്നത് ഈ സുപ്പീരിയർ ടെമ്പറൽ ഗൈറസിലാണ്. അതിനെ നമുക്ക് പ്രൈമറി ഓഡിറ്ററി കോർട്ടെക്സ് എന്നും പറയാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു ഫിഗറിൽ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ 2 സൾക്കസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സുപ്പീരിയർ ടെമ്പറൽ സൾക്കസ് ആൻഡ് ഇൻഫീരിയർ ടെമ്പറൽ സൾക്കസ്. അത് 3 ഗൈറേ ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നു. അതാണ് സുപ്പീരിയർ ടെമ്പറൽ ഗൈറസ്, മിഡിൽ ടെമ്പറൽ ഗൈറസ് ആൻഡ് ഇൻഫീരിയർ ടെമ്പറൽ ഗൈറസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഓക്സിപിറ്റൽ ലോബിനെ പറ്റിയാണ് പറയുന്നത്. ഓക്സിപിറ്റൽ ലോബിൻ്റെ അകത്ത് ദർ ഈസ് എ പെറൈറ്റോ ഓക്സിപിറ്റൽ സൾക്കസ് ഡിവൈഡിങ് ദ പെറൈറ്റൽ ആൻഡ് ഓക്സിപിറ്റൽ ലോബ് ഇൻ ടു 2 പാർട്സ് കോൾഡ് പ്രീ ക്യൂണിയസ് ആൻഡ് ക്യൂണിയസ്. അതായത് ഒരു പെറൈറ്റോ ഓക്സിപിറ്റൽ സൾക്കസ് ഉണ്ട്. അതായത് നമുക്കറിയാം പെറൈറ്റൽ ലോബിനെയും ഓക്സിപിറ്റൽ ലോബിനെയും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നു. ഇനി ആ ഒരു പെറൈറ്റൽ ലോബിൻ്റെ പാർട്ടിനെ വിളിക്കുന്ന പേര് പ്രീ ക്യൂണിയസ് എന്നും ഓക്സിപിറ്റൽ ലോബിൻ്റെ ആ ഒരു പാർട്ടിനെ വിളിക്കുന്ന പേര് ക്യൂണിയസ് എന്നുമാണ്. അപ്പോൾ ഓൾറെഡി ഇത് പറഞ്ഞു. പ്രീ ക്യൂണിയസ് ഈസ് എ പാർട്ട് ഓഫ് പെറൈറ്റൽ ലോബ് ആൻഡ് ക്യൂണിയസ് ഈസ് എ പാർട്ട് ഓഫ് ഓക്സിപിറ്റൽ ലോബ്.
ഇനി പ്രീ ക്യൂണിയസിലായിട്ട് അസോസിയേഷൻ ഫൈബേഴ്സ് കാണുന്നുണ്ട്. ഇനി ആ ക്യൂണിയസ് പാർട്ട് അഥവാ ഓക്സിപിറ്റൽ ലോബിലത്തെ ആ ക്യൂണിയസ് പാർട്ടിൽ കാണുന്നത് പ്രൈമറി ആൻഡ് സെക്കൻഡറി വിഷ്വൽ കോർട്ടെക്സ് ആണ്. ഓർക്കുക, പ്രൈമറി ആൻഡ് സെക്കൻഡറി വിഷ്വൽ കോർട്ടെക്സ് കാണുന്നത് ക്യൂണിയസ് ഏരിയയിലാണ്. ഇനി ഈ പ്രൈമറി ആൻഡ് സെക്കൻഡറി വിഷ്വൽ കോർട്ടെക്സിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന മറ്റൊരു സൾക്കസ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് കാൽക്യാരിൻ സൾക്കസ്. അപ്പോൾ ഇത്രയും പേരുകൾ നമ്മളിവിടെ ഫെമിലിയർ ആവണം. പെറൈറ്റോ ഓക്സിപിറ്റൽ സൾക്കസ് എന്ന് പറഞ്ഞാൽ പെറൈറ്റൽ ലോബിനെയും ഓക്സിപിറ്റൽ ലോബിനെയും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നു. അതുകൊണ്ട് അതിനെ പ്രീ ക്യൂണിയസ് എന്നും ക്യൂണിയസ് എന്നും വിളിക്കുന്നു. പ്രീ ക്യൂണിയസ് എന്ന് പറഞ്ഞാൽ പെറൈറ്റൽ ലോബിൻ്റെ പാർട്ടാണ്. ക്യൂണിയസ് എന്ന് പറഞ്ഞാൽ ഓക്സിപിറ്റൽ ലോബിൻ്റെ പാർട്ടാണ്. പ്രീ ക്യൂണിയസിൻ്റെ അകത്ത് അസോസിയേഷൻ ഫൈബേഴ്സ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൈമറി ആൻഡ് സെക്കൻഡറി വിഷ്വൽ കോർട്ടെക്സ് ഏരിയ കാണുന്നത് ക്യൂണിയസിലാണ്. ഇനി ഈ പ്രൈമറി ആൻഡ് സെക്കൻഡറി വിഷ്വൽ കോർട്ടെക്സിനെ എഗെയിൻ ഡിവൈഡ് ചെയ്യുന്ന മറ്റൊരു സൾക്കസ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് കാൽക്യാരിൻ സൾക്കസ്. ഇതെല്ലാം ഈ ഒരു ഫിഗറിൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്.